ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന, നമുക്ക് എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോവയ്ക്ക കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 300 ഗ്രാം അളവിലാണ് കോവയ്ക്ക എടുത്തിട്ടുള്ളത്. നല്ല പച്ച കോവയ്ക്ക നോക്കി പ്രത്യേകം എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഓരോ കോവയ്ക്കയുടെയും ആ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഒന്ന് വകന്നു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ചെറിയ മീഡിയം സൈസിലുള്ള കോവയ്ക്കയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു തവണ മാത്രം ചെറുതായിട്ടൊന്ന് വകന്നു കൊടുത്താൽ മതിയാവും. ഇതിനേക്കാളും കുറച്ചും കൂടി വലിയ കോവയ്ക്കയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സെൻറ്ററിൽ നിന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ 4 പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല. ഈ പകുതി അളവിൽ മാത്രമേ നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ കോവയ്ക്കും ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കാര്യമാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിതാ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കോവയ്ക്കയും കൂടി ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. ഉപ്പ് ഒരുപാട് ഈ സമയം ചേർക്കരുത്, കാരണം പിന്നീട് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് നമ്മുടെ ഈ കോവയ്ക്ക് എല്ലാം ഒന്ന് വഴണ്ട് കിട്ടണം. അതുപോലെ തന്നെ പകുതിയിലധികം നല്ലതുപോലെ വെന്തിട്ടും ഉണ്ടാവണം. കോവയ്ക്ക നല്ലതുപോലെ ഒന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. ഒരുപാട് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും. നമ്മുടെ കോവയ്ക്ക എല്ലാം ഏകദേശം ഒരു പകുതിയോളം അളവിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കടായിലാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല ഇതുപോലെ സ്റ്റീലിൻ്റെ കടായിയോ അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അടുക്കി പിടിക്കും. അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഏകദേശം പകുതിയോളം ഒന്ന് വെന്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഫുള്ളും വെന്ത് കിട്ടണം എന്നുള്ള ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊരു ചെറിയൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഇതുപോലെ എല്ലാം ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത എണ്ണ അങ്ങനെ തന്നെ ഉണ്ട്. അതിലേക്ക് ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടി. തീരെ ചെറിയ സവാളയിൽ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 1.5 സവാള മതിയാവും. അപ്പോൾ ആ സവാള അരിഞ്ഞതും കൂടെ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കണം. സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ഒരുപാട് വഴണ്ട് അതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ട് ഏകദേശം ഒന്ന് കളറെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ചെറിയ തക്കാളിയിൽ ഒരു തക്കാളി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ആ തക്കാളി ചേർക്കാം. കൂടെ തന്നെ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഫസ്റ്റിലേ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴറ്റിയെടുക്കുന്ന ഈ സമയം കൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നിറമൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു തുടങ്ങും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം തക്കാളിയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി തക്കാളി എല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് കുഴഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ തക്കാളിയും നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടെല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ബാക്കി മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ചേർക്കുന്ന മുളക് പൊടി നല്ലതുപോലെ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറച്ച് വയ്ക്കണം. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി.
ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി, കാരണം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം ഈ സമയമില്ല. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നതുവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയം നമ്മുടെ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കോവയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. കാരണം കോവയ്ക്ക ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് വീണ്ടും കോവയ്ക്കയിലുള്ള ഉപ്പൊക്കെ ഒന്ന് ഇതിലേക്ക് ഇറങ്ങും. വീണ്ടും ഇതുപോലെ എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ട കാര്യമാണ് നമ്മളിതാ വഴറ്റി നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്കയും ഇതിലേക്കൊന്ന് ചേർക്കാം. നമ്മുടെ കോവയ്ക്ക എല്ലാം പകുതിയോളം അളവിലാണ് വെന്തിട്ടുള്ളത്, കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ടാണ് ബാക്കി കൂടി നമുക്ക് വെന്ത് കിട്ടേണ്ടതായിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ കോവയ്ക്ക് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഏകദേശം ഒരു 3-4 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഗ്രേവി ഒരല്പം വറ്റിയിട്ടുണ്ടാവും, നമ്മുടെ കോവയ്ക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 3-4 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമ്മുടെ കോവയ്ക്ക കറി കിട്ടിയിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പകുതി അളവിൽ നാരങ്ങയുടെ ജ്യൂസ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ചേർക്കാനായിട്ട്. ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പുളി കൂടി നമുക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ്. ഫൈനലി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി, കറിവേപ്പിലയ്ക്ക് പകരം നമുക്കിതിലേക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക കറിയാണ്. കോവയ്ക്കുള്ളിലേക്ക് മസാലകളൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഈ നാരങ്ങ ഒഴിച്ചു കൊടുത്തതിന് ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ടും എല്ലാവർക്കും നന്നായിട്ട് ഇത് ഇഷ്ടമാവുന്നതായിരിക്കും. എല്ലാവരും കോവയ്ക്ക വീട്ടിലുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ കോവയ്ക്കൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നാളെ 2 മണിക്ക് നല്ലൊരു ഉഷാറ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.